ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ചീനീസ് കിച്ചൺ വന്നിരിക്കുന്നത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ റെസിപ്പി 4-5 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ അപ്പം എന്ന് പറയുന്നത് നേന്ത്രപ്പഴം ചേർത്തിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ചെറുപഴത്തിന് പകരം നേന്ത്രപ്പഴം ചേർത്ത് പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും ഒരു 3 ദിവസമൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കുന്ന നല്ല രുചികരമായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അപ്പം ഉണ്ടാക്കുന്നത് ഉണക്കലരിയിലാണ്. ഉണക്കലരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കാം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ഉണക്കലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ അളവിൽ എടുക്കുന്ന സാധാരണ 4 ഗ്ലാസ്സിൽ. പിന്നെ ആ അളവിന് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം. ഇത് തൊലി കളഞ്ഞ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. കുക്കറിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ശർക്കരപ്പാനി സാധാരണ അപ്പത്തിൻ്റെ കണക്കിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അരിയും നേന്ത്രപ്പഴം ശർക്കരപ്പാനിയും നിങ്ങൾക്ക് ഏലക്കായ ഇഷ്ടമാണെങ്കിൽ ഏലക്കായും ചേർത്തിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് എള്ള് നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തിടാറില്ല, ഇവിടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വീട്ടിലുള്ളവർ കഴിക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ വറുത്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്കതിലേക്ക് നെയ്യിൽ തേങ്ങയും കൂടെ വറുത്തിടാം. അപ്പോൾ അതാണ് നമ്മുടെ മാവിൻ്റെ പാകം. 2-2.5 മണിക്കൂറിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തും. പിന്നെ ഇതിന് പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല, സാധാരണ നമ്മൾ പഴം ചേർത്ത് ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ആർക്കും പഴം ചേർക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി പഠിച്ചതിന് ശേഷം ഇപ്പം ഞാൻ 2-3 തവണ ഇത് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മുടെ അപ്പക്കാരിയൊക്കെ ഒന്ന് മയക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെച്ചു കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടി പിടിക്കാതെ കിട്ടും. വെളിച്ചെണ്ണയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയും ബാക്കി ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നെയ്യും കൂടെ ഒഴിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നെയ്യ് ഒഴിക്കേണ്ട, പക്ഷേ ഞാൻ നെയ്യ് ഒഴിക്കാറുണ്ട്. നമ്മൾ ആ കുഴിയുടെ ഒരു 3/4 ഭാഗമാണ് നമ്മൾ അതിലേക്കുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് ആ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ അപ്പക്കാരയ്ക്ക് കുറച്ച് കുഴി കുറവായതുകൊണ്ട് തന്നെ അപ്പം അധികം നല്ലോണം വീർത്ത് വരുന്നില്ല. അപ്പോൾ അപ്പക്കാരം മാറ്റാറായിട്ടുണ്ട്. കുറച്ച് ഉള്ളിലേക്കുള്ളത് നല്ലോണം കുഴിഞ്ഞ് വരണം. അങ്ങനത്തെ അപ്പക്കാരിയാണ് നല്ലത്. മാറ്റാൻ പോകണമെന്ന് വിചാരിക്കും, എപ്പോഴും ഓരോ കാരണം കൊണ്ട് നടക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിപ്പം തോന്നില്ല. പിന്നെ ഇതാ സ്റ്റാൻഡ് ഒടിഞ്ഞതുകൊണ്ട് ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതും ഒഴിക്കുന്നതും. അതുകൊണ്ട് തന്നെ സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാവൊക്കെ. അപ്പോൾ അതൊരു ഇല്ലത്തെ റെസിപ്പിയാണ്. ഇല്ലത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇല്ലങ്ങളിലൊക്കെ പണ്ടുണ്ടാക്കിയിരുന്നവരാണ്. പക്ഷേ ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഇല്ലത്തെ റെസിപ്പി പറഞ്ഞു തന്നത് കേട്ടോ. അവർ ഇല്ലത്തെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായി ഇത് നേന്ത്രപ്പഴം കൊണ്ട്. അങ്ങനെ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഉണ്ടാക്കുന്നവരുണ്ടാവും. കണ്ടോ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും അങ്ങനെ മാവ് പൊന്തി വരും. പിന്നെ ഉള്ളിൽ മാവ് ഒട്ടും പച്ചയായിട്ടിരിക്കില്ല, ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടും അപ്പത്തിൻ്റെ ഉൾഭാഗം. കുഴി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ അപ്പം കിട്ടിയിരുന്നേനെ. അപ്പോൾ അതെല്ലാം അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഉണ്ടാക്കാൻ. ഉണക്കലരി ആണെങ്കിൽ ടേസ്റ്റാണ് കുറച്ചും കൂടെ. ഈ നേന്ത്രപ്പഴം ഉണക്കലരിയും ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ ചേർക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പത്തിൻ്റെ പല പരീക്ഷണങ്ങൾ, ചക്ക ഉണ്ണിയപ്പം പലതും നടത്താറുണ്ട് നമ്മൾ. പക്ഷെ അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ഈ നേന്ത്രപ്പഴം ചേർത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിരിക്കുക. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിക്കാണ് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ അതാണ് നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനൊരു 3 ദിവസം എനിക്കിത് ഉണ്ടായിരുന്നു അപ്പം. അപ്പോൾ ഒരു കേടും കൂടാതെ ഇതേ ടേസ്റ്റിലും ഇതേ സോഫ്റ്റ്നെസ്സിലും ഒക്കെ തന്നെ ഈ അപ്പം ഇരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തയക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. പുറത്തൊക്കെ പോണവർക്ക് 3 ദിവസമൊക്കെ കേടുവരാതിരിക്കും. കണ്ടോ, കുറച്ചും കൂടെ വലിയ അപ്പക്കാരിയാണെങ്കിൽ കുറച്ചും കൂടെ കുഴിഞ്ഞു പോയിന്. അപ്പോൾ നീ വലിയ അപ്പക്കാരി ഉണ്ടാക്കുമ്പോൾ അതിലും ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ വ്യത്യസ്തങ്ങളായി റെസിപ്പി ചെയ്ത് നോക്കാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഞാൻ ഒന്നിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളെല്ലാതും ഒരുപോലെ തന്നെ. കണ്ടോ, ഉള്ളൊക്കെ എന്ത് സോഫ്റ്റാണെന്നറിയാം. നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. എന്താ പറയുക, നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ഇതിൽ കണ്ടോ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല വല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഈ നേന്ത്രപ്പഴം ഉണ്ണിയപ്പത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കണേ. താങ്ക്